വീണ്ടും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ബാലയ്ക്ക് വീണ്ടും പൊടുന്നതിന് ഒരു കേസ്. എന്താണ് കേസ് എന്ന് ചോദിച്ചാൽ, ബാലയുടെ ആദ്യ ഭാര്യ അമൃത സുരേഷാണ് ഈ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നത്. വഞ്ചന കുറ്റത്തിനാണ് കൊടുത്തിരിക്കുന്നത്. ബാലയെക്കുറിച്ച് തന്നെ ആദ്യം പറയാം. ആദ്യത്തെ കല്യാണം ഫോൾട്ടായിപ്പോയി, രണ്ടാമത്തെ ഫോൾട്ടായി. ഇനി മൂന്നാമത്തെ കല്യാണത്തിന് ബാല കോഗിരി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് കല്യാണം കഴിച്ചത്. നല്ല രീതിയിൽ തന്നെ ജീവിച്ചുകൊണ്ട് ആൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ എന്നും ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. സാധാരണ കുക്കിംഗ് ആണ് അതിൽ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പുറത്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല വീഡിയോസാണ്. കൂടുതലും നെഗറ്റീവ് മാത്രം വന്നിട്ടിരുന്ന ബാലയ്ക്ക് ഇപ്പോഴും ഇതിൽ പോസിറ്റീവായിട്ടുള്ള കുറേ കമൻസ് ആണ് വരുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം. അവരുടെ യൂട്യൂബ് ചാനൽ അത്യാവശ്യം നല്ല റീച്ചുള്ള ഒരു ചാനൽ തന്നെയാണ്. ഇപ്പോൾ അമൃത സുരേഷ് ഈ കേസ് കൊടുത്തിരിക്കുന്നത് കുറച്ച് നാൾക്ക് മുന്നേ കണ്ടൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. വഞ്ചന കുറ്റം എന്ന് പറയും കൊടുത്തിരിക്കുന്നത്. ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു FD ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 15 ലക്ഷം രൂപയോളം ഉള്ള ഒരു ഇൻഷുറൻസിൻ്റെ എന്തോ ആണ്. അപ്പോൾ നല്ല നൈസായിട്ട് മുക്കിയെന്ന് തന്നെ പറയാം. ഇത് 2022 ആള് എല്ലാം വിഡ്രോ ചെയ്ത് സറണ്ടർ ആക്കി വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞത്. കുറച്ച് ക്ലിപ്പ് അത്രയും വലിയൊരു സ്ഥാനം കൊടുത്ത് ഞാനും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഫാമിലി ഒരുപാട് പേടിച്ച് കയറിയ ഒരു ഇതായിരുന്നു. അതായത് അവരുടെ ഫാമിലിക്ക് അയാൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് ഫാമിലികൾ തമ്മിൽ സംസാരിച്ചു. അപ്പം പോളിസി ഉണ്ട് HDFCയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണ്. അപ്പോൾ അതിനകത്ത് മകൾക്ക് മെച്യൂർ ആയതിനു ശേഷം മാത്രം അവൾക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചപ്പം ഈ ഒരു സംഭവമാണ് മിസ്സിങ്. മാത്രമല്ല എന്നിട്ട് ആ ഒരു ഫുൾ പേജ് ഫോഴ്സ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. മൊത്തം വ്യത്യാസം. അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ HDFC ബാങ്കിൽ വിളിച്ച് ചോദിക്കും. അവിടെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് മൊത്തം സറണ്ടർ ചെയ്യുകയും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുകയൊക്കെ ചെയ്തു. ഇതിലാണ് കാണിച്ചത്. അതിൻ്റെ കുറേ കാര്യങ്ങൾ കൊടുത്തില്ല. അപ്പോൾ കൊടുത്ത കാര്യമായിരിക്കാം. അത് എടുക്കാനുള്ള അവകാശവും കാര്യം കൊടുക്കാനുള്ള അവകാശമുണ്ട്. ഇനി വേണമെങ്കിലും ബാലയ്ക്ക് കൊടുക്കാനുള്ള കാര്യം വൈറലാകുന്നു. അമൃത സുരേഷിൻ്റെ മോളൊരു വീഡിയോ ഇടുന്നു, അത് വൈറലാകുന്നു. പക്ഷെ അതിലെല്ലാം അച്ഛനെക്കുറിച്ച് കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഓർക്കണം, ഒരു അച്ഛനെക്കുറിച്ച് സ്വന്തം മകള് ആണെങ്കിലും പബ്ലിക്കിൽ വന്നിട്ട് ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊരു അച്ഛനെന്ന നിലയ്ക്ക് ആളുടെ മനസ്സിന് കേൾക്കുന്ന ഒരു ആഘാതമുണ്ട്. സ്വന്തം മകള് തള്ളിപ്പറയുന്ന ഒരു വിഷമം. അത് നിങ്ങളെല്ലാവരും കണക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇത് നമ്മൾ മെച്ചൂർഡാവുന്ന സമയത്ത് അവർക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഈ ക്യാഷ് എടുത്ത് ഉപയോഗിക്കാം. അങ്ങനെ പറ്റിച്ചെങ്കിൽ വളരെ മോശമായിട്ടുള്ള, കാരണം എഴുതി കൊടുത്തൊരു കാര്യമാണ്, മോശമാണ്. പിന്നെ ഒരു കല്യാണ ആവശ്യത്തിനും എല്ലാത്തിനും കൂടിയാണ് ഈ ഒരു എമൗണ്ട് കൊടുത്തിരിക്കുന്നതാണെന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ആ കുട്ടി ഒരു അച്ഛനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അച്ഛനെ വേണ്ടാത്ത ഒരാൾക്ക് അന്ന് പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ്റെ ക്യാഷ് ഒന്നും വേണ്ട, എനിക്കത് സമാധാനം മതി എന്നാണ് ആ കുട്ടി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് അച്ഛൻ്റെ ക്യാഷ്? പിന്നെ എന്തിനാണ് അവർ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊണ്ടുപോയി കേസ് കൊടുക്കുന്നത്? അന്ന് തന്നെ പറഞ്ഞു, എനിക്ക് അച്ഛന് വേണം, നീ സമാധാനം മാത്രം മതി, അവർ ജീവിക്കാൻ അനുവദിക്കൂ എന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ ഫുൾ വൈറലായൊരു വീഡിയോ ആയിരുന്നു. ഒരാളായിരുന്നെങ്കിൽ ആൾക്ക് ഇത്രയും സ്വത്തുക്കളുണ്ട്, കോടിക്കണക്കിന് ആസ്തിയുണ്ട് എന്ന് അറിയാന്നുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്ത് കഷ്ടപ്പാടുന്നാലും മാക്സിമം പിടിച്ചു നിൽക്കും. എന്തായിരുന്നാലും അമൃത എന്ന് പറയുന്ന ഒരാൾ ബാല കെട്ടിയതിന് ശേഷമാണ് എല്ലാവർക്കും അറിയാന്നുള്ളത്. ആ ഐഡിയ സ്റ്റാഴ്സുകളിൽ പാടി കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇത്രയും ഒരിതായത്. അതൊരു ആക്ടർ ആയതുകൊണ്ടാണ് ഇത്രയും വൈറലായത്. അല്ലെങ്കിൽ പിന്നെ അമൃത സുരേഷ് എന്ന് പറയുന്ന ആള് അധികം ആരും അറിയത്തില്ല. അങ്ങനെ എൻ്റെ ഇതില്ല എനിക്കറിയുന്നുള്ളത്. ഇതിപ്പോൾ ആരും സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല. നമ്മൾ ഒരാൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഒരു കാര്യം നമുക്ക് ആവശ്യമില്ല. അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ബാക്കി കൂടെ കേൾക്കാം. എൻ്റെ ഒരു സിറ്റുവേഷൻ പറയാം. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ് കേട്ടോ. ഇപ്പോൾ കോടതിയിൽ ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ അറസ്റ്റായെന്ന് പോലീസിടത്തും ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ഒരിക്കലും പേരെടുത്ത് സംസാരിക്കില്ലെന്ന്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട്. പിന്നെ കേസ് മേലെ കേസ് കൊടുത്ത് എൻ്റെ വായടച്ചിട്ട് മിണ്ടാതിരിക്കുന്നു പറഞ്ഞാൽ மற்றவரெல்லாரும் சம்சாரிக்கணும். மாமா நிம்மதியா போகணும், எதுலயும் தலையிடக்கூடாது, பீஸ்ஃபுல்லா இருக்கணும்னு நினைக்கிறாரு. பட் அந்த சைட்ல இருந்து தான் ஏதாவது பேக் டு பேக் வந்துட்டே இருக்கு ஏதாவது. ஸோ நான் இல்லை என்னோட சிச்சுவேஷன் நான் எல்லாருக்கும் മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. എന്നോട് ഒരു അവസ്ഥ